ഓം സ്ഥാവരം ജംഗമം വ്യാപ്തം യേന കൃത്സനം ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവും എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ കൂപ്പുകൈ. അരുവിപ്പുറം 136 പ്രതിഷ്ഠാ വാർഷികം. അരുവിപ്പുറം പ്രതിഷ്ഠാവേളയിൽ ഉണ്ടായ ചോദ്യത്തിന് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന ഗുരുവാണിയിലും ഭഗവാന്റെ ശൈവ സങ്കല്പം കാണാം. നമ്മുടെ ശിവൻ, ഗുരുവിൻ്റെ ശിവൻ, ഗുരുദേവന്റെ സങ്കല്പമൂർത്തിയായ ശിവൻ, അത് ത്രിമൂർത്തി സമ്പ്രദായത്തിലെ സംഹാരകർത്താവായ ശിവനല്ല, ദ്രാവിഡ സംസ്കൃതിയിലെ സിദ്ധാന്ത സമ്പ്രദായത്തിലെ ശിവനാണ്. ആ ശിവന് പഞ്ചമഹാശക്തികളുണ്ട്: സൃഷ്ടി, സ്ഥിതി, സംഹാരം, നിഗ്രഹം, അനുഗ്രഹം. ഒരേ ശിവൻ തന്നെയാണ് സൃഷ്ടിച്ച്, രക്ഷിച്ച്, സംഹരിച്ച് ജീവനെ കൈവല്യപദത്തിലേക്ക് നയിക്കുന്നത്. ചുരുക്കത്തിൽ ഗുരുദേവ പ്രസ്ഥാനത്തിലും തത്വദർശനത്തിലും ഒരു ശിവപരതയുണ്ട്. അസമത്വങ്ങളിൽ അമർന്നുപോയ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തെ ഗുരുദേവൻ കൈപിടിച്ചുയർത്തിയത് ശിവനെ കേന്ദ്രീകരിച്ചുള്ള ആധ്യാത്മ ദർശനത്തിലൂടെയാണ്. അതിന് തുടക്കം കുറിച്ചതാകട്ടെ ശിവന്റെ മംഗളസ്വരൂപിയായ ശിവരാത്രിക്ക്. ഭാരതത്തിൽ രാമേശ്വരം മുതൽ ഹിമാലയം വരെ ആയിരക്കണക്കിന് ശിവക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും അരുവിപ്പുറം ക്ഷേത്രവും പ്രതിഷ്ഠയും അതിവിശിഷ്ട സ്ഥാനത്താണ്. ക്ഷേത്രപ്രതിഷ്ഠയുടെ കുത്തകാവകാശത്തെ ഗുരു പുഞ്ചിരിയോട് ചോദ്യം ചെയ്തു. ചാതുർവർണ്ണ്യത്തിൻ്റെ കോട്ടകൊത്തളങ്ങളെ തകർത്തെറിഞ്ഞ് പ്രതിഷ്ഠാകർമ്മത്തെ ചോദ്യം ചെയ്യാൻ വന്നവരെ നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണെന്ന് പ്രഖ്യാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ കഴിയൂ. ഈ മഹത് വാക്യം ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ സഹോദരീ സഹോദരന്മാരെ എന്ന അഭിസംബോധന പോലെ ചരിത്ര പ്രസിദ്ധമായി. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഗുരു തിരഞ്ഞെടുത്തത് ആദ്യ ഗുരുവായ ശിവന്റെ ചൈതന്യം പ്രപഞ്ചത്തിൽ പൂർണ്ണമായി പ്രസരിക്കുന്ന ശിവരാത്രി നാളിലാണ്. അതൊരു ദിഗ്വിജയ മുഹൂർത്തമായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം കേരളത്തിനകത്തും പുറത്തുമായി എത്രയോ പ്രതിഷ്ഠകൾ ഗുരു നിർവഹിച്ചു. രണ്ടാമത് ശിവപ്രതിഷ്ഠ നടത്തിയത് കുളത്തൂർ കോലത്തുകരയിൽ. ഗണപതി, സുബ്രഹ്മണ്യൻ, ദേവി എന്നിങ്ങനെ വ്യത്യസ്ത പ്രതിഷ്ഠകൾ നടത്തിയ ഗുരു അക്കാര്യത്തിലും ഒരു ആത്മീയ വിപ്ലവം തന്നെ നടത്തി. ദീപവും കണ്ണാടിയും വരെ പ്രതിഷ്ഠിച്ച് പ്രകാശത്തെയും അറിവിനെയും ആരാധിക്കാൻ പഠിപ്പിച്ചു. ലോകത്ത് ഒരു ആത്മീയ ആചാര്യനും ധൈര്യം കാട്ടാത്ത പ്രതിഷ്ഠാ മാതൃകകൾ സൃഷ്ടിച്ചു. ജഗന്നാഥൻ, സുന്ദരേശ്വരൻ, കപാലീശ്വരൻ, അങ്ങനെ ശിവപ്രതിഷ്ഠകളിൽ തന്നെ വ്യത്യസ്തത. ശിവഗിരിയിലാകട്ടെ അറിവിൻ്റെ ദേവതയായ ശാരദയെയും വിഗ്രഹപ്രതിഷ്ഠകൾക്കൊപ്പം അക്ഷരപ്രതിഷ്ഠകളും ഗുരു നടത്തി. അതാണ് മലയാളത്തിന് കിട്ടിയ വരദാനമായ ഗുരുദേവ കൃതികൾ. അതിൽ ശിവശതകം, ആത്മോപദേശ ശതകം, ദൈവദശകം എന്നിവ ആത്മീയ സൂര്യകാന്തിയാർന്നവ. അയിത്തവും അനാചാരങ്ങളും തൂത്തെറിഞ്ഞ് മനുഷ്യരാശിയെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സുഗന്ധമുള്ള ചരടിൽ കോർത്തെടുക്കാൻ ഉള്ള ഗുരുവിൻ്റെ പുണ്യകർമ്മങ്ങളുടെ തുടക്കവും അരുവിപ്പുറത്തു നിന്നാണ്. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം ജയിക്കട്ടെ.